പ്രാകൃത വേഷധാരിയായ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച വിശന്നൊട്ടിയ വയറുമായി തൻ്റെ മുമ്പിൽ നടന്നു പോകുന്ന ഒട്ടകക്കൂട്ടങ്ങളുടെ ഒട്ടിയ വയറിലേക്ക് ഭീതിയോടെ നോക്കി. ലജ്നാൻ പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തുകൂടി 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാട്ടവാറുകൊണ്ട് തൻ്റെ മുമ്പിലൂടെ പോകുന്ന ഒട്ടകക്കൂട്ടങ്ങളെ തെളിച്ചുകൊണ്ട് നടന്നു പോകുന്ന കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച പ്രാകൃത വേഷധാരിയായ ഭീതിയോടെ വിശന്നൊട്ടിയ ഒട്ടകത്തിൻ്റെ വയറിലേക്ക് നോക്കുന്ന ഒരു ഇടയ ചെറുക്കൻ. ആ ചെറുക്കൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വല്ലാത്ത ഒരു ഭീതി അവനെ അലട്ടുന്നുണ്ട്. ആ പ്രാകൃതനായ കീറിപ്പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആട്ടടയനായ ചെറുക്കനെ അലട്ടുന്ന ഭീതി മറ്റൊന്നുമല്ല. വൈകുന്നേരം ഒട്ടകക്കൂട്ടുമായി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ, രാവിലെ ഒട്ടകത്തെ തീറ്റാൻ പറഞ്ഞു വിട്ടിട്ട് വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ ഒട്ടകത്തിൻ്റെ വയറ് നിറഞ്ഞില്ല എന്ന കാരണത്താൽ തൻ്റെ ക്രൂരനായ പിതാവ് ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ടിട്ട് ചാട്ടവാറുകൊണ്ട് തന്നെ അടിക്കുമല്ലോ എന്നോത്ത് വീട്ടിലെത്തുമ്പോൾ ചാട്ടവാറിൻ്റെ അടിയേറ്റ് പ്രഹരമേറ്റ് പുളയേണ്ടി വരുമല്ലോ എന്നോത്ത് കണ്ണുകൾ ഈറനണിഞ്ഞ് പേടിയോടെ, ഭീതിയോടെ, വിഹുലതയോടെ, വിഭ്രാന്തിയോടെ, പരിഭ്രാന്തിയോടെ നടന്നു പോകുന്ന ഒട്ടകത്തിന്റെ ചാട്ടവാറും പിടിച്ചുകൊണ്ടുപോയ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച ആ ഇടയ ചെറുക്കനാണ് പിൽക്കാല ലോക ചരിത്രത്തിൽ നെപ്പോളിയനെ പോലും വിസ്മയിപ്പിച്ച, ഗാന്ധിജിയെ പോലും ആഗ്രഹിപ്പിച്ച, ആർക്കും വഴങ്ങാത്ത ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു റൊമാൻറ്റിക് ഭാവനയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ ആത്മീയതയുടെ അത്യുന്നതത്തിലേക്ക് കടന്നുപോയ മൊറോക്കോ മുതൽ യൂറോപ്പ് വരെ ഒരൊറ്റ സമയത്ത് തൻ്റെ അധികാരത്തിന്റെ കീഴിൽ അടക്കി ഭരിച്ച ലോകം കണ്ട ഏറ്റവും മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ മനുഷ്യനാണ് സൈപ്രസ് മുതൽ മൊറോക്കോ വരെ ഒരേ സമയത്ത് ഈ ലോകത്ത് മുഴുവനും അടക്കി ഭരിച്ച, പിൽക്കാലത്ത് ലോകം കണ്ട കിസ്റയും കൈസറും പേര് കേട്ടാൽ ഞെട്ടിവിറക്കുന്ന ലോകം കണ്ട മഹാനായ മനുഷ്യനായി മാറിയ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആയി മാറിയത് ഈ ഇടയ ചെറുക്കനാണ്. ഈ ഇടയ ചെറുക്കനിൽ നിന്ന് ലോകത്തിന്റെ ചരിത്ര പുരുഷനിലേക്കുള്ള ഒരു പരിവർത്തനത്തിന്റെ ദൂരം, ഒരു മാനസാന്തരത്തിന്റെ ദൂരമാണ്. ആർക്കും അനുകരിക്കാൻ കഴിയുന്ന, ആർക്കും വിധേയപ്പെടാൻ കഴിയുന്ന, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഒരു പ്രകാശത്തിന്റെ ഗോപുരമായി, ഒരു വടിവിളക്കായി തെളിയിക്കാൻ കഴിയുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഉടമ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു. ആ ഹസ്രത്ത് ഉമറിനെ നാം പരിചയപ്പെടുകയാ. ആരാ ഹസ്രത്ത് ഉമർ? എൻ്റെ പല പ്രഭാഷണങ്ങളിലും ഞാൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രസംഗിക്കുകയും പല പ്രാവശ്യം ഞാൻ അതിനെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, പല കാസറ്റുകളിലും പല പ്രഭാഷണങ്ങളിലും. ഞാൻ ഇന്ന് ഉമറിനെ ഒരു സമകാലീന ദർപ്പണത്തിലൂടെ ഒരു പുനർവായന നടത്തുകയാണ്. ഈ സമകാലിക ദർപ്പണത്തിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയൊരു മനുഷ്യനെ, ആ മനുഷ്യന്റെ ജീവിതവുമായി നാം ഒരു പുനർവായന നടത്തുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കേരള രാഷ്ട്രീയത്തിലെ ഇന്നലത്തെയും ഇന്നത്തെയും വർത്തമാന പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടേറിയ വാർത്ത, ബാറുകൾക്ക് ലൈസൻസ് പുതുക്കണോ അതോ വേണ്ടയോ? ചിലര് പറഞ്ഞു പുതുക്കണം, ചിലര് പറഞ്ഞു പുതുക്കണ്ട, ചില മഹാമാര് പറഞ്ഞു നിലനിൽക്കുന്ന സ്റ്റാറ്റസിൽ തന്നെ പോകട്ടെ. മറുവിഭാഗത്തെ ആളുകൾ പറഞ്ഞു സമ്മർദ്ദത്തിന് വഴങ്ങി ഒരാളുടെ വ്യക്തിയുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഇങ്ങനെ ബാറുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മദ്യക്കച്ചവടത്തിന്റെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാനമെന്ന റവന്യൂ വരുമാനത്തിന് ശേഷം ഗവൺമെന്റ് വിശേഷിപ്പിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനുകളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്ത് കിട്ടുന്ന ചില്ലറ നാണയത്തൊട്ടുകൾ, അവന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ശരീരത്തിന്റെ അവശിഷ്ടം മുഴുവനും വൈകുന്നേരമായി കഴിയുമ്പോൾ അവന്റെ തീരാ ദുഃഖത്തിന്റെ വിപത്തിലോട്ട് കടത്തിക്കൊണ്ടുപോകുന്ന, ഈ നാടുകളിൽ മദ്യപന്മാരെ സൃഷ്ടിക്കുന്ന, സാമൂഹ്യ ദ്രോഹികളെ സൃഷ്ടിക്കുന്ന, ലോകം കണ്ട ഏറ്റവും വലിയ പാപമായ തിന്മയുടെ മാതാവെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ ഏറ്റവും വലിയ മഹാമാരിയായി ഇന്ന് സമൂഹത്തിന് ഒഴിവാക്കാൻ കഴിയുന്ന വിപത്തായ മദ്യത്തിന്റെ മക്കയിലെ ഏറ്റവും വലിയ അടിമയായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു. പറയാറായിട്ടില്ല, ഇത് മദ്യപനായ ഉമറിന്റെ പൂർവ്വകാലം. ആ ഉമർ
മക്കയിലെ ഏറ്റവും വലിയ കുടിയനായിരുന്നു ഉമർ. ഉമറിന് കുടിക്കാതെ മദ്യമില്ലാതെ ഉമറിന് ഒരു നിമിഷം പോലും തള്ളി നിൽക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഉമർ. ചില ആളുകൾക്കുണ്ടല്ലോ, മദ്യമില്ലെങ്കിൽ അവൻ്റെ വിരലിങ്ങനെ വിറക്കും, അവൻ്റെ കൈ വിറക്കും, മദ്യമില്ലാതെ അവന് ജീവിക്കാൻ കഴിയില്ല. ആ രീതിയിൽ മദ്യത്തെ മയക്കുന്ന രാത്രികളിൽ ലജ്നാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും മുക്കാല ചന്തയുടെ മറുഭാഗങ്ങളും സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ മദ്യവുമായി ഏറ്റവും വലിയ കാമുകയെ പോലെ തന്നെ മദ്യത്തെ തന്നെ മാറോടടക്കി ചേർത്ത് പിടിച്ച, മദ്യമില്ലാതെ ഒരു സമയത്ത് പോലും ജീവിക്കാതിരിക്കാൻ കഴിഞ്ഞ മക്ക കണ്ട ഏറ്റവും വലിയ മദ്യപാനത്തിന്റെ ഉടമയായ ഈ ഉമറാണ്. ആ ഉമറിന് പിന്നീട് മാനസാന്തരത്തിന്റെ മാതൃകയായി മാറിയപ്പോ, ഉമറിന്റെ ജീവിതത്തിലേക്കൊരു മാനസാന്തരത്തിന്റെ വെളിച്ചം വന്നപ്പോ ആ ഉമർ പിന്നീട് ആരായി മാറിയെന്നറിയോ? പാതിരാ സമയങ്ങളിൽ ആ നാട്ടുകാർ ഉമറിനെ കുറിച്ച് പറയുക, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലജ്നാൻ പർവ്വതത്തിന്റെ അല്ലെങ്കിൽ ലുക്കാല ചന്തയുടെ മറുഭാഗത്ത് മദ്യപിച്ചിട്ട് മതോന്മത്തനായി തെരുവോരങ്ങളിലെ വിവസ്ത്രനായി തെറിപ്പാട്ട് പാടിക്കൊണ്ട് കിടക്കുമ്പോ പാതിവടിയിലൂടെ മക്കയിലൂടെ നടന്നു പോകുന്ന നാട്ടുകാര് പച്ചത്തെറി വിളിച്ചിട്ട് വിവസ്ത്രനായി സ്വന്തം കാമുകിമാരുമായി മദ്യപത്തിന്റെ മദ്യപാനിയുടെ കുപ്പികളുമായി കണക്ക് പറഞ്ഞിട്ട് നടന്നു പോയ ഉമർ, ആ ഉമർ തന്റെ നാട്ടിൽ ഇങ്ങനെ മദ്യപിച്ചിട്ട് വടിയിൽ കിടക്കുമ്പോഴാ ആ നാട്ടുകാർ ഉമറിനെ നോക്കിയിട്ട് പറഞ്ഞത്, ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്. ഈ ഉമറിന്റെ പിതാവായ ഖത്താബ് വളർത്തുന്ന കഴുതക്ക് മാനസാന്തരമുണ്ടായാലും ആ ഖത്താബിന്റെ മകനായ ഉമറിന് മാനസാന്തരമുണ്ടാവില്ലെന്ന് വൈകുന്നേരം മദ്യപിച്ച് വടിയരികിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ നോക്കി ആ നാട്ടുകാർ മുഴുവനും എഴുതി തള്ളിയ, മദ്യമില്ലാതെ മദ്യമാണ് എൻ്റെ കാമുകയെന്ന് ലോകത്തോട് പാടിക്കൊടുത്ത ആ മനുഷ്യനാണ് പാതിരാ സമയത്ത് തെറിപ്പാട്ട് പാടിയ നാവ്. ആ നാവിനെ നോക്കിയിട്ട അവസാന ജീവിതത്തിലേക്ക് മാനസാന്തരം വന്നപ്പോ ആ പച്ച തെറിപ്പാട്ട് പാടി മക്കാരുടെ പേടി സ്വപ്നമായ ആ നാവിലേക്ക് നോക്കിയിട്ടാണ് അവസാന മാനസാന്തരം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഉമറേ, ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമറ വ ഖൽബിഹി. ഹസ്രത്ത് ഉമർ മാനസാന്തരത്തിന്റെ മാതൃക ആ പച്ച തെറിപാടിയ അതേ നാവിലേക്ക് നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമറ വ ഖൽബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ മുദ്രണം ചെയ്തിരിക്കുന്നത് ഉമറേ നിന്റെ നാവിലാ. നിന്റെ നാവിലൂടെ നീ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ തീരുമാനമാണത്, സത്യമാണ് സത്യമാണ് സത്യമാണെന്ന് പച്ചത്തെറി പറഞ്ഞ നാവിനെ നോക്കിയിട്ട് അത് അല്ലാഹുവിന്റെ സത്യം പറയുന്ന നാവാണെന്ന് പറയുന്ന രീതിയിൽ മാനസാന്തരത്തിന്റെ മഹോന്നത മേഖലയിലോട്ട് കടന്നു പോകുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാതിരാത്രിയിൽ മദ്യത്തിന്റെ വ്യഭിചാരത്തിന്റെ ലഹരിയുടെ അടിമയായി ആ നാട്ടുകാരുടെ പേടി സ്വപ്നമായി കഴുതക്ക് മാനസാന്തരമുണ്ടായാലും ഈ മനുഷ്യന് മാനസാന്തരമുണ്ടാവില്ല, ഇവൻ നശിച്ചവനാണെന്ന് ആ നാട്ടുകാർ ശപിച്ച മനുഷ്യനോട് നോക്കിയിട്ടാണ് ആ മനുഷ്യനെ നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് പറഞ്ഞത്, ഇതോടുകൂടി എന്നോടുകൂടി ഞാനോടുകൂടി ഈ ലോകത്തിന്റെ പ്രവാചകത്തിന്റെ ശൃംഖല അവസാനിക്കുകയാ. പ്രബോധന വീതിയിൽ പ്രബോധനവുമായി പ്രബോധിത സമൂഹത്തിനോട് പ്രബോധനം നടത്താൻ വന്ന പ്രവാചകന്മാരുടെ ശൃംഖല ഇവിടെ അവസാനിക്കുകയാ. എനിക്ക് ശേഷം എങ്ങാനും ഒരു പ്രവാചകൻ ഈ സമൂഹത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതാരാന്നറിയോ? ഉമർ. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഉമറാണെന്ന് പറയാ. ആരാ സഹോദരങ്ങള്? ഒരു നാട് എഴുതി തള്ളിയവനെ റിസാലത്തിനെ ഏറ്റുവാങ്ങാൻ പറ്റുന്ന സംശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ മനുഷ്യനെന്നല്ലാണ്ട് റസൂല് പറയുമ്പോ ഇതാരെ കുറിച്ചാ പറയുക? മാനസാന്തരത്തിന്റെ മാതൃകയെ കുറിച്ച്.
മാനസാന്തരത്തിന്റെ മാതൃകയെ കുറിച്ച് ആരടാ എന്ന് ചോദിച്ചാ ഉക്കാല ചന്തയിൽ പേശിയിൽ നിന്ന് മല്ലന്മാര് വന്ന് ഗുസ്തി നടത്തിയിട്ട് മക്കാ ഖുറൈശികളെ മുഴുവനെ പരാജയപ്പെടുത്തി. ആരുണ്ടടാ നിങ്ങളെ പരാജയപ്പെടുത്താനെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് ഗോതയിലേക്ക് ചാടി ഇറങ്ങിയിട്ട് ഞാനുണ്ടടാ എന്ന് പറഞ്ഞ് പേർഷ്യയിലെ അധികായന്മാരായ മല്ലന്മാരെ നിമിഷം കൊണ്ട് മലത്തിയടിച്ച് അവന്റെ നെഞ്ചിലേക്ക് കാലെടുത്തു വെച്ചിട്ട് നെഞ്ചത്ത് കൈയടിച്ചിട്ട് ആരുണ്ടടാ ഖത്താബിന്റെ മകൻ ഉമറിനെ തോപ്പിക്കാനെന്ന് വെല്ലുവിളിച്ച മനുഷ്യനാണ്. ആരടാ ഉമറിനോട് എതിരിടാനെന്ന് മക്കാ ഖുറൈശികളുടെ നെഞ്ചിന് നേരെ ആരെയും കുസാട ചോദിച്ച ധിക്കാരിയായ ഉമറിന്റെ നാവിന് വാളിന്റെ മൂർച്ചയാണെന്ന് ആ ഉമറിന്റെ നാവ് കൊണ്ടാണ്, അതേ ഉമറിന്റെ നാവ് കൊണ്ടാണ് ഉക്കാല ചന്തയിലെ തെറിപ്പാട്ട് പാടിയ ഉമറിന്റെ നാവ്. ആ നാവ് ആകാശത്തിലേക്ക് കണ്ണുകുളിയെത്തിയിട്ട് അല്ലാഹുവേ നാവ് കൊണ്ട് വിളിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് 20ഓളം ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത് ഉമറിന്റെ നാവിന്റെ പേരിലാ. പിന്നീട് ഈ മനുഷ്യനാരായി മാറി ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത, അനുകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു റൊമാൻറ്റിക് ഭാവനക്കൊരു നാടക രചയിതാവിന്റെ സങ്കല്പത്തിന് പോലും ഒരുങ്ങാൻ കഴിയാതെ ഈ മനുഷ്യന്റെ നാവെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ പേരിലാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 20ഓളം ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദ്യനിരോധനം പൂർണ്ണമായി നടപ്പാക്കാതിരിക്കുമ്പോ യഥാർത്ഥത്തിൽ മദ്യനിരോധനത്തിന്റെ ആയത്തിറങ്ങിയത് ഈ മദ്യപാനി ഒരു കാലത്തിൽ മക്കയിലെ ഏറ്റവും വലിയ മദ്യപാനിയുടെ നാവെന്ന് പറഞ്ഞപ്പെടാ. സഹാബത്ത് തമ്മിൽ ഒരു സൽക്കാരത്തിൽ മദ്യപിച്ചിട്ട് വഴക്കായി ഒരു സഹാബി ഒട്ടകത്തിന്റെ തോളിൽ കൊണ്ട് മറ്റൊരു സഹാബിയുടെ തല പൊട്ടിക്കുമ്പോ ആ സഹാബി ചോർന്നൊലിക്കുന്ന ഒലിച്ചിറങ്ങുന്ന രക്തവുമായി ഇലാ ഹളറത്തി റസൂലില്ലാ, ഹബീബായ നബിയുടെ ചാരത്തേക്ക് വന്നിട്ട് നബി മദ്യത്തിന്റെ ലഹരിയിൽ ഈ സഹാബി എന്റെ തലക്കടിച്ചെന്ന് പറഞ്ഞ അവലാടി പറയുമ്പോ ആ സമയത്ത് ഹബീബായ നബി തങ്ങളുടെ ചാരത്തിരുന്ന് തന്റെ കൂട്ടുകാര് മദ്യത്തിന്റെ ലഹരിയിൽ പെട്ടിട്ടെന്ന് മദ്യനിരോധനം വന്നിട്ടില്ല, തലക്കടിച്ചിട്ട് രക്തം പ്രവഹിക്കുന്നത് കാണുമ്പോ ആ സമയത്തിരുന്നിട്ട് മക്കയിലെ ഒരു കാലത്ത് ഏറ്റവും വലിയ മദ്യപാനി ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ശാഫിയാ, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ശാഫിയാ. അല്ലാഹുവേ അല്ലാഹുവേ മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു ശരിയായ തീരുമാനം ഈ സമൂഹത്തിന് നീ നൽകണേ അല്ലാ. മദ്യത്തിന്റെ ലഹരിയിൽ ആറാടി പോകുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ മനുഷ്യനെ നാം ഒന്ന് ചലിച്ചപ്പോ അല്ലാണ്ട് ദർബാറിന് ചലനമുണ്ടായി. ആ സമയത്ത് ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനായില്ലേ. ഇന്നമൽ ഖംറു വൽ വൈസ്റു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഓ നബിയെ, മദ്യപാനം അവസാനിക്ക്, ഇന്ന് മുതൽ മദ്യം അനുവദനീയമല്ല, ഈ മദ്യം നിഷിദ്ധമാണെന്ന് ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നാവ് കൊണ്ടാണെങ്കിൽ ഈ ഉമർ ആരാ? ഒരു കാലത്ത് മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവനാണ് ഉമർ. ഇങ്ങനെ 20 സന്ദർഭങ്ങളിൽ ആകാശത്ത് നിന്ന് ജിബ്രീലിനെ പിടിച്ചിറക്കാൻ ഉമറിന് കഴിഞ്ഞു റളിയല്ലാഹു അൻഹു. ആ 20 സന്ദർഭവും പറഞ്ഞാൽ നമ്മുടെ സമയം തീരും. നമുക്ക് വർത്തമാനകാല ദർപ്പണത്തിലൂടെ, വർത്തമാനകാല പൂരണമില്ലാത്ത സമസ്യയുടെ കണ്ണാടിയിലൂടെ ഉമറിനെ ഒന്നുകൂടി നമുക്ക് വായിച്ചെടുക്കണം. റളിയല്ലാഹു തആല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാ, ഒന്നും വേണ്ടാതെ സലാത്തും ചൊല്ലൂല, പിരിവില്ല കുട്ടിയെ, കാശൊന്നും വേണ്ട. സാധാരണ ആളുകൾക്കൊന്നും പറയാതിരിക്കണ, കാശ് ചോദിച്ചാലൊന്നും വെച്ചാൽ കാശൊന്നും വേണ്ട. ഈ കുട്ടികൾ സ്വന്തം പയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് നടത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റിയാൽ കൊടുത്താൽ മതി, ഒരു നിർബന്ധമില്ല അവർക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മണിക്കൂർ നാളെ റബ്ബിൻ്റെ മുമ്പിൽ പോകും. നിന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് പറയണ്ടേ, എൻ്റെ ഒരു ദിവസം, ഇന്നത്തെ ദിവസം, ഇന്ന് ഏപ്രിൽ
എത്ര 5 2014 ഏപ്രിൽ 25-ാം തീയതി അള്ളാഹുടെ മുമ്പിൽ ചോദിക്കുന്ന എന്ത് ചെയ്തു അള്ളാഹുവേ 2 മണിക്കൂർ ഒരു പാപവും ഞാൻ ചിന്തിച്ചിട്ടില്ല, നിന്റെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പിൽ ഞാൻ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റിയ സന്ദർഭമായിരുന്നു. അതുകൊണ്ട് ഈ സദസ്സിൽ വരുമ്പോൾ ചുമ്മാ ഇരിക്കാതെ എന്തെങ്കിലും കുറച്ച് സലാത്തൊക്കെ ചെല്ലിയും കുറച്ച് ആമയും പറയും. ഇത് ആഖിറത്തിൽ പ്രയോജനം ചെയ്യപ്പെടുന്നു. നമ്മൾ എളുപ്പത്തിൽ കാര്യങ്ങൾ നേടാൻ തീരുമാനിക്കാതെ. നമ്മുടെ നാട്ടിൽ ഒരാളുണ്ട്, അയാൾ പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ അയാൾ ഇന്നേ വരെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എല്ലാ മയ്യത്ത് നിസ്കാരത്തിനും അദ്ദേഹം കൃത്യമായി വരും. ഇന്നേ വരെ ബാങ്ക് വിളിച്ചിട്ട് അദ്ദേഹം പള്ളിയിൽ നിസ്കാരത്തിന് വന്നിട്ടില്ല. എല്ലാ മയ്യത്ത് നിസ്കാരത്തിനും അദ്ദേഹം കൃത്യമായി വരും. ഞാനൊരിക്കൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, കാക്ക ഈ മയ്യത്ത് നിസ്കാരത്തിന് മാത്രം നിങ്ങൾ വരുന്ന എന്താ? അപ്പം അദ്ദേഹം പറഞ്ഞു, അത് എളുപ്പമല്ലല്ലേ, കുമ്പിടണ്ടല്ലോ, ചുമ്മാ നിന്നിട്ട് വല്ലതും പറഞ്ഞിട്ട് വിട്ടപ്പോൾ പോയാൽ പോരെ. അദ്ദേഹം വളരെ സരസായിട്ട്, അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സുജൂതുമില്ല, റുക്കുമില്ല, കുറച്ചു നേരം നിൽക്കുക, അങ്ങോട്ടും കൊണ്ടാണ്ട് തലയാട്ടുക, പോയല്ലോ. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചോളം അതൊരു എളുപ്പമുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ വല്ലാതെ ചിന്തിക്കുന്ന ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജനം അങ്ങോട്ട് മാറിയിട്ട് ചോദ്യം എവിടം വരെ എത്തി? 40 പേര് ഓൺലൈൻ ഉണ്ടെങ്കിൽ ജുമാ നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ? അങ്ങനെയല്ലേ ചോദ്യം? അതന്നെ. ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എല്ലാവരും ഓൺലൈനിൽ വരും. അപ്പോൾ ഉസ്താദിനോട് ചോദ്യം, ഉസ്താദ് ഇപ്പം 40 പേര് ഓൾറെഡി ഓൺലൈനിൽ നിൽപ്പുണ്ട്, ഫേസ്ബുക്കിൻ്റെ തിരക്കൊണ്ട് ജുമയ്ക്ക് പോകാൻ പറ്റൂല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് അങ്ങോട്ട് ജുമ നിസ്കരിച്ചാൽ മതിയോ? 40 പേരുണ്ട് ഓൺലൈൻ. എത്ര വിദഗ്ധനായിരിക്കും അത് കണ്ടുപിടിച്ച ആള്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത്, തിരക്കാണെങ്കിൽ ആ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു കറുത്ത തുണി ഇട്ട് മൂടിയിട്ട് ഹജ്ജും അവിടെ തന്നെ അങ്ങോട്ട് നിർവഹിച്ചോളൂ. ഇനിയിപ്പോൾ കഅബയുടെ അവിടം വരെ പോകണ്ട, ഒരു തുണി ഇട്ട് മൂടിയിട്ട് ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അവിടെ ഒരു 7 പ്രാവശ്യം തവാഫൊക്കെ ചെയ്ത് ഹജ്ജും അവിടെ തന്നെ ആയിക്കോളി. വല്ലാതെ മാറിപ്പോയി. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഹസരത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു കേൾക്കുന്ന ഏതൊരു ചെറുപ്പക്കാരനും അവൻ്റെ ജീവിതത്തിൽ ഒരു റോൾ മോഡലാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾക്കൊരു റോൾ മോഡൽ വേണം. നിങ്ങളുടെ റോൾ മോഡൽ ആരാ? മെസ്സി അല്ല. നിങ്ങളുടെ റോൾ മോഡൽ ആരാ? മെസ്സി അല്ല. മെസ്സി ആരാ? മെസ്സി ആരാ? മെസ്സി പച്ച വ്യഭിചാരി. മെസ്സി ആരാ? കൊള്ളുന്ന നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീടിൻ്റെ ബെഡ്റൂമിൽ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന മാതൃക മെസ്സി അല്ല. മെസ്സി ആരാ? മെസ്സി പച്ച വ്യഭിചാരി. ചെറുപ്പക്കാർക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട. പച്ച വ്യഭിചാരിയുടെ ചിത്രമാണ് നീ നിന്റെ ബെഡ്റൂമിൽ ഒട്ടിച്ചു വെച്ചത്. ഇന്ന് ഏറ്റവും ചെറുപ്പക്കാരുടെ മൊബൈലും മെസ്സിയുടെയോ നെയ്മറിൻ്റെയോ ചിത്രമില്ലാത്ത ഒന്നില്ല. ഉണ്ടോ? ഉണ്ടാവൂല, വളരെ കുറവാ. മെസ്സി അറിയാത്തവരാരാ ഉള്ളത്? എന്നാ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. പച്ച വ്യഭിചാരി എന്ന് പറഞ്ഞാൽ ഏത് വ്യഭിചാരിയാ? നിങ്ങൾക്കറിയാവല്ലോ, കഴിഞ്ഞ ലോകകപ്പ് വേൾഡ് കപ്പ് നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ദക്ഷിണാഫ്രിക്ക എന്താ? ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകത അറിയോ? ലോകകപ്പ് എന്താ? വേൾഡ് കപ്പ് വ്യഭിചാരത്തിന്റെ ശാലയാ. ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ വേശ്യകളെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ വേശ്യകളെ കയറ്റുമതി ചെയ്യുന്ന രാജ്യത്ത് വെച്ച് ലോകകപ്പ് നടത്തിയപ്പോൾ ഈ വേശ്യകളെ തികയാതെ വന്നപ്പോൾ അങ്ങകലെ നിന്ന് യൂറോപ്പിൽ നിന്ന് വേശ്യകളെ ഇറക്കുമതി ചെയ്തു ദക്ഷിണാഫ്രിക്കയിലേക്ക്. അപ്പൊ എന്താ വേൾഡ് കപ്പ്? എന്താ വേൾഡ് കപ്പ്? അവിടെ കാൽപന്ത് കളിയല്ല, അവിടെ വ്യഭിചാരത്തിന്റെ കഥയാണ് കൂടുതൽ വരിക. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. നിങ്ങൾ ഈ വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളൊന്നും അത്ര നല്ല വിഗ്രഹങ്ങളല്ല. അവിടെയാണ് ഞാൻ ഉമറിനെ മനസ്സിലാക്കി തരിക. ആരാ? മെസ്സി ആരാ? ദക്ഷിണാഫ്രിക്കയിലെ വേൾഡ് കപ്പ് നടത്തുമ്പോൾ ഏറ്റവും വലിയ വേശ്യകളെ കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിലേക്ക് വേശ്യകളെ തികയാതെ വന്നപ്പോ യൂറോപ്പിൽ നിന്ന് വേശ്യകളെ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞ വേൾഡ് കപ്പ് നടക്കുമ്പോ അന്ന് ഹോട്ടലുകളുടെ റൂമുകൾ മുഴുവനും നേരത്തെ ബുക്കായപ്പോ അവസാനം സഞ്ചരിക്കുന്ന ആഡംബര വാഹനത്തിന്റെ നടുവിൽ വ്യഭിചാരത്തിന് സൗകര്യം ഒരുക്കി കൊടുത്ത വേൾഡ് കപ്പ് കടന്നുപോയി. സഹോദരങ്ങളെ, അർജന്റീന ലോകകപ്പിൽ തോറ്റെന്ന് മാത്രമല്ല, അന്തം വിട്ട തോക്കല് തോറ്റി.
എതിരില്ലാത്ത 4 ഗോളിന് അർജന്റീന തോറ്റു കഴിഞ്ഞപ്പോ അതിന്റെ നിരാശ മാറാൻ അന്തം വിട്ട തോക്കല് 4 ഗോളിന് എതിരില്ലാത്ത 4 ഗോളിന് തോറ്റു കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ തന്റെ കാമുകിയുമായി ഹവായ് ദ്വീപിലേക്ക് പരാജയം മറക്കാൻ ഹവായ് ദ്വീപിലേക്ക് തന്റെ കാമുകയെയും പിടിച്ചുകൊണ്ട് മെസ്സി പോകുമ്പോ വിമാനത്താവളത്തിൽ അരക്കയിപ്പോട്ട് തുണിയില്ലാത്ത കാമുകയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന മെസ്സിയുടെ ചിത്രം ലോകത്ത് മുഴുവൻ വരുമ്പോ പരസ്യമായി വ്യഭിചരിച്ചവന് സാധാരണ വ്യഭിചരിക്കാൻ പോകുന്നവൻ രഹസ്യമായി വ്യഭിചരിക്കും. ഹവായ് ദ്വീപിലേക്ക് ഭാര്യയല്ല കാമുകയുമായിട്ട് വ്യഭിചരിക്കാൻ പോകുമ്പോ ഫോട്ടോഗ്രാഫറിന് പോസ് ചെയ്ത പച്ച വ്യഭിചാരിയായ മെസ്സിയുടെ ചിത്രം നിന്റെ മൊബൈലിലും നിന്റെ വീടിന്റെ അലമാരയിൽ സൂക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്താ പൊന്നുമോനെ കരുതിയതെന്താ? വ്യഭിചാരത്തിന്റെ ശീലമല്ലേ പഠിച്ചു പോയത്? ആധുനികതയുടെ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ഇടയിൽ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ, ധാർമ്മികത കുടിച്ചു മൂടപ്പെടുമ്പോ, സത്യം കുടിച്ചു മൂടപ്പെടുമ്പോ, സ്നേഹം കുടിച്ചു മൂടപ്പെടുമ്പോ, ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന ലോകം, മനുഷ്യൻ രാക്ഷസനായി മാറുന്ന കാലം, പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിച്ചു പോകുമ്പോ പാവപ്പെട്ട ചെറുപ്പക്കാരൻ വീട്ടിലോട്ട് കയറി വരികയാ. ആ കയറി വരുന്ന ചെറുപ്പക്കാരൻ വീട്ടിലോട്ട് കയറി വരുമ്പോ വാതിലിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ടവനെ പിച്ചാത്തി കൊണ്ട് കഴുത്തിന് വെട്ടി വീശി അവസാനം വിധിയുടെ സൗഭാഗ്യം കൊണ്ട് അവൻ പ്രാണരക്ഷാത്തമോടി വീടിന്റെ മുറ്റത്ത് തളർന്ന് വീടുമ്പോ ചോരയിൽ കുളിച്ച പാവപ്പെട്ടവനെ ആംബുലൻസിലോട്ട് കയറ്റുമ്പോ വിതുമ്പുന്ന ചുണ്ടുകളോട് എന്റെ 4 വയസ്സുള്ള പൊന്നുമോളും എനിക്ക് ജന്മം തന്ന അമ്മയും അടുക്കളയിൽ മുറിവേറ്റ് കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോ ഓടിച്ചെന്ന് നോക്കിയ ആ നാട്ടുകാർ കണ്ടതെന്തെന്നറിയോ? 4 വയസ്സുകാരി പൊന്നുമോള് 20 പ്രാവശ്യം മൂർച്ചയുള്ള കത്തി കൊണ്ട് വെട്ടി നുറുക്കി. അതിന്റെ അടുത്തൊരു പാവപ്പെട്ട വൃദ്ധയെ കൈകാലുകൾ വെട്ടി നുറുക്കപ്പെടുമ്പോ ആരാ ചെയ്തതാരാ? സ്വന്തം കാമുകന്റെ കൂടെയുള്ള ജീവിതത്തിന് 4 വയസ്സുള്ള പൊന്നുമോള് തടസ്സമായപ്പോ ആ കാമുകന്റെ കൂടെ അവളുടെ കാമത്തിന്റെ പേക്കൂത്തു തീർക്കാൻ 4 വയസ്സുകാരി പൊന്നുമോള് കത്തി കൊണ്ട് കൊത്തിയെറിഞ്ഞ രാക്ഷസിയുടെ ലോകം കണ്ട് കണ്ട് നമ്മൾ എത്രയോ മരവിച്ചു പോയതാണ്. അവളുടെ പേര് അനുശാന്ത എന്നാണത്രേ. ഏത് ശാന്തതയാണ് അവളുടെ മുഖത്ത്! 4 വയസ്സുള്ള പൊന്നുമോള് കാമത്തിന്റെ മുമ്പിൽ പ്രസവത്തിന്റെ വേദന മറന്നു പോയ അമ്മ എന്ന് പറയുന്ന 2 അക്ഷരം അനുശാന്ത എന്ന അമ്മയെ നിനക്കറിയുമോ? ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞാഞ്ഞവൻ വെട്ടുമ്പോ ആ സമയത്തു വേദന കൊണ്ട് ആ കുഞ്ഞ് നിലവിളിച്ചത് അമ്മേ എന്നല്ലയോ? അവസാനം അവളുടെ ശരീരത്തിലൂടെ രക്തം തടം തല്ലിയാ തൊടുകുമ്പോ രക്ഷപ്പെടാൻ ആ കുഞ്ഞ് വിളിച്ചത് അമ്മ എന്നല്ലയോ? 2 അക്ഷരം തമ്മിൽ കൂട്ടി പറയാൻ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം അവൾ അമ്മിഞ്ഞ പാല് കടിഞ്ഞിട്ട് പറഞ്ഞ 2 അക്ഷരം അമ്മ. അവസാനം ആ കണ്ണിലേക്ക് 4 വയസ്സുള്ള പൊന്നുമോളുടെ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നതിന് മുമ്പ് മരണത്തിലേക്ക് മരണവേദന സഹിക്കുമ്പോഴും ആ 4 വയസ്സുള്ള പൊന്നുമോള് വിളിച്ചത് അമ്മ. പെണ്ണേ, നീ നിന്റെ കാമത്തിനും നിന്റെ കാമുകന്റെയും മുമ്പിൽ നീ നശിപ്പിച്ചത് അമ്മ എന്ന മാതൃത്വത്തിന്റെ ഏറ്റവും വലിയ സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ 2 അക്ഷരത്തെ എങ്ങനെയാണ് അട്ടക്കുളങ്ങരയിലെ തടവ് പെണ്ണുങ്ങൾ പോലെ സഹിക്കുക? അവരെങ്ങനെയാണ് സഹിക്കുക? ജയിലിന്റെ ഇരുമ്പടിക്കുള്ളിൽ കിടക്കുന്ന അട്ടക്കുളങ്ങരയിലെ തടവ് പെണ്ണുങ്ങളുടെ ഹൃദയത്തിൽ പോലും അവൾ രാക്ഷസിയായി മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാട്സപ്പും ഫേസ്ബുക്കുമായി പാതിരാത്രികളെ ചെലവഴിച്ചു കളയുമ്പോ ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി വാട്സപ്പിലൂടെ കാമുകൻ അയച്ചു കൊടുത്തു അത്രേ. എന്ന് മാത്രമല്ല, നിങ്ങൾ അറിയുക, മനുഷ്യരെ തലതാഴ്ത്തുക. തന്റെ 4 വയസ്സുള്ള പൊന്നുമോള് വെട്ടേറ്റ് പിടയുന്ന ചിത്രം കാമുകനെ അമ്മയ്ക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തു അത്രേ. കാമമേ, നിന്റെ പേരോ അമ്മ. പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ലോകം അതപ്പതിച്ചു പോകുമ്പോ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, സ്വന്തം ബീജത്തിൽ പിറന്ന 5 കുഞ്ഞുങ്ങള് ജീവനോടെ കുടിച്ചു മൂടിയ ഖത്താബിന്റെ മകൻ ഉമറിനെ
ഞാനതാണ് പറഞ്ഞത്. വർത്തമാനകാലത്തിന്റെ ദർപ്പണത്തിലൂടെ നാം കാണുകയാണ് 1400 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചുപോയ മരുഭൂമിയിലെ കാട്ടാളനെ ഖത്താബിന്റെ മകൻ ഉമറിനെ ഉമറാരാ തന്നിക്ക് ജനിച്ച കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയ ഉമർ. പക്ഷേ ഉമറിന് മാനസാന്തരമുണ്ടായി. എപ്പോഴെന്നറിയോ? 2 മണിക്കൂർ വയത് കെട്ടപ്പെടല്ല, ദീർഘകാല വായനയ്ക്ക് ശേഷമല്ല. ഈ പ്രാവശ്യം ഇന്ത്യയിലാദ്യമായി 600 കിലോമീറ്റർ ഓടി തീർത്ത മാരത്തണിന്റെ ദേവാട് ബോബി ചെമ്മണ്ണൂർ മിനിങ്ങാന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ? പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കണമെന്ന് എനിക്ക് തോന്നിയത്. ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടിയില്ല. അവസാനം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പോകണമെന്ന് എനിക്ക് തോന്നിയത് മദർ തെരേസയുടെ ജീവിതം വായിച്ചപ്പെടാ. ബോബി ചെമ്മണ്ണൂരിന് മദർ തെരേസയുടെ ജീവിതം മുഴുവൻ വായിക്കേണ്ടി വന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, കള്ളു കുടിച്ചിട്ട് ആദ്യം കാണുന്നവന് അരയിൽ കിടക്കുന്ന വാളിന്റെ മൂർച്ചയറിയാൻ ആദ്യം കാണുന്നവന്റെ കൈത്തണ്ടയിൽ വെട്ടി നോക്കിയ കാട്ടാളനായ ഉമറിന് ഒരാളുടെ ജീവചരിത്രം വായിക്കേണ്ടി വന്നില്ല. ഒരു ദിവസം മെനക്കെടേണ്ടി വന്നില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് പ്രിയപ്പെട്ട സഹോദരി ഖുർആൻ ഓതുകയാണ്. ഹബീബായ മുത്തിന്റെ തലയെടുക്കാൻ ഊരി പിടിച്ച വാളുമായി ഉമർ പോവുകയാണ്. ആ സമയത്താണ് മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്കാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. ആയത്ത് കേൾക്കേണ്ട താമസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന് ഇനി ഞാൻ നന്മക്കാണ്, ഇനി ഞാൻ മനുഷ്യനാണെന്ന് പറഞ്ഞ് ഒരു നിമിഷം കൊണ്ട് ഖുർആന്റെ ആയത്ത് കേട്ടപ്പോ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യനായി, ഒരു മനുഷ്യനായി, ഒരു മത്തനായി തിരിച്ചു വന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അവസാനം ആ കാട്ടാളം പിന്നീട് ജന്മം മാറിയപ്പോ, മാനസാന്തരത്തിന്റെ മാതൃകയായപ്പോ, അവസാനം ഇന്ത്യ പാക് വിഭജനം നടക്കുന്ന സമയത്ത് ഹൈന്ദവരും മുസ്ലിമീങ്ങളും പരസ്പരം കൊത്തിയെരിഞ്ഞ് നവകാലിയുടെ അഭയാർത്ഥി ക്യാമ്പിൽ ശിരസെട്ട കബന്ധങ്ങളുടെ മുമ്പിൽ സാക്ഷാൽ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറഞ്ഞതെന്താ? ഇന്ത്യ രാജ്യത്തിലെ സമാധാനമെങ്കിൽ മക്ക ഭരിച്ച ഉമറിന്റെ ഭരണം ഇന്ത്യക്ക് വേണമെന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോലും പറഞ്ഞു പോയാ. നെപ്പോളിയൻ ബോണപ്പാർട്ട് പോലും എനിക്ക് ലോകം മുഴുവനും മടക്കി പിടിക്കണം, എന്നിട്ട് ഉമർ ഭരിച്ചതുപോലെ എനിക്കും ഭരിക്കണമെന്ന് നെപ്പോളിയൻ പോലും പറയുന്ന അവസ്ഥയിൽ ആരും കൊതിക്കുന്ന മനുഷ്യനായി മാറി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പിന്നെ ഉമർ ആരായി മാറി? ലോകത്ത് പിന്നീട് എല്ലാവരും ആഗ്രഹിച്ചു അവർക്ക് ഉമറാകണമെന്ന്. ഇതാണ് മനുഷ്യൻ. പിന്നീട് വന്ന ചരിത്രകാരന്മാർ മുഴുവനും ആഗ്രഹിച്ചു, അവരവർ പറഞ്ഞു എനിക്ക് ഉമറാവണം. ആരായി ഉമർ? ആരായി ഉമർ? മനസ്സിലാവണില്ലേ? എന്തിട്ടിരിപ്പ പടച്ചോനെ ഇരിക്കണത്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥി ഇരിക്കണമാതിരി ജയിച്ചോന്ന് പറഞ്ഞുകൂടാ, തോക്കുമെന്ന് പറഞ്ഞുകൂടാ. ഒരാൾ LDF പറഞ്ഞ് 20 സീറ്റ് അവർക്കാന്ന്, UDF പറഞ്ഞ് 20 അവർക്കാന്ന്. ഇതിപ്പോൾ 40 സീറ്റ് മത്സരം നടന്നെന്ന് തോന്നുന്നു പറയാനായിട്ടാ. ഇപ്പം അവരെ കണക്കനുസരിച്ച് 40 സീറ്റ് മത്സരം നടക്കണം. LDF പറഞ്ഞ് 20 അവർക്കാണ്, UDF പറഞ്ഞ് അവർക്ക് 20 ഉറപ്പാണ്. ആകെ എത്ര മത്സരം നടന്നിട്ടുള്ളൂ? 20 ഉള്ളു താൻ. എനിക്കിപ്പോൾ LDF ഇല്ല, UDF ഇല്ല, എനിക്കില്ല അമത വല വിമത. നമുക്കിപ്പോൾ ആര് വന്നാലും കോരന് കഞ്ഞി കുമ്പിളി തന്നെ, അത് വേറെ കാര്യം. ആര് വന്നാലും കോരന് കഞ്ഞി കുമ്പിളി തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇങ്ങോട്ട് നോക്ക്. വെളുത്തുള്ളി തിന്ന കാലം മറന്നു. എത്ര വില? പെട്രോൾ വാങ്ങിക്കാൻ പറ്റും, അതും പറ്റും. എല്ലാം കണക്കാണ്. ഒന്ന് പോട്ടെ, അത് വേണ്ട, രാഷ്ട്രീയം വേണ്ട അല്ലേ, അത് വിളിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രാഷ്ട്രീയക്കാരാക്കി അള്ളാഹു തരട്ടെ. ആമീൻ പറ. നല്ല രാഷ്ട്രീയക്കാരുണ്ട്. വെള്ളിയാഴ്ച ദിവസം തൻ്റെ പാർലമെൻറ്റിൻ്റെ വലതുഭാഗത്തുള്ള ഓഫീസിൽ വെള്ളിയാഴ്ച സന്ദർശകരുടെ തിരക്ക് കൂടിയിട്ട് അവസാനം വെള്ളിയാഴ്ച പള്ളിയിൽ ജുമയ്ക്ക് ബാങ്ക് വിളിച്ചപ്പോൾ ബാങ്ക് കേട്ടിട്ടൊരു മനുഷ്യൻ അന്നത്തെ MP കസേരയിൽ മുഖം വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. ആളുകൾ ചോദിച്ചു എന്താ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്നെൻ്റെ ആളുകളുടെ തിരക്ക് കാരണത്താൽ എന്നും ഞാൻ ഓതുന്ന സൂറത്തുൽ കഹ്ഫ് എനിക്കിന്ന് വെള്ളിയാഴ്ച ഓതാൻ പറ്റിയില്ലല്ലോ അള്ളാഹുവേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ മനുഷ്യനാണ് കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്. അങ്ങനെയുള്ള ആളുകളൊക്കെ കഴിഞ്ഞുപോയി, അതൊക്കെ മരിച്ചുപോയി. ഇന്ന്
ആ പോട്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഉമർ നാട് ഭരിച്ചു. ഇങ്ങോട്ട് നോക്കുമോനെ, ഞാൻ പറയണത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കഥയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും പ്രചരണമൊക്കെ നടത്തി, അവസാനം കൊട്ടിക്കലാശമൊക്കെ നടത്തി, ആടിത്തിമിർത്തും പാടിത്തിമിർത്തും ഒക്കെ നിന്നാൽ കിട്ടുന്ന സീറ്റ് പരമാവധി എത്ര വർഷം? ഈ സ്ഥാനാർത്ഥികൾ വീട് തോറും കയറി ഇറങ്ങി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി അവസാനം എങ്ങാനും ഒരാൾ ജയിച്ചാൽ കിട്ടുന്ന സീറ്റ് എത്രയുള്ളൂ പരമാവധി? 5 വർഷം. 5 വർഷം കഴിഞ്ഞാൽ അടുത്തയാൾക്ക് മാറി കൊടുക്കണം, ഇല്ലെങ്കിൽ വീണ്ടും മത്സരിക്കണം. ഞാൻ പറയുന്ന സീറ്റ് എന്നറിയോ? ഉമർ മേടിച്ച സീറ്റാ റളിയല്ലാഹു തആല. ആ സീറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. അല്ലാഹുവിനെ അനുസരിക്കുകയും സൽക്കർമ്മയും ചെയ്യുകയും ചെയ്ത, അവനെ അനുസരിച്ച് ജീവിച്ച അല്ലാഹുവിന്റെ ദാസന്മാർക്ക് അല്ലാഹു കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഈ കുറേ നാളുകൾ ചുവരെടുത്തിയും ബാനർ പിടിച്ചും ഫ്ലെക്സ് പിടിച്ചും കൂടെ നടന്നും ബക്കറ്റ് പിടിച്ചും കൊട പിടിച്ച് നടന്നു പോയ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതിൽ വിജയിച്ചാൽ കിട്ടുന്നത് 5 വർഷത്തെ സീറ്റാണെങ്കിൽ അതെങ്ങാനും സരിതയെ പോലെ ഒരാൾ വന്നാൽ പിന്നെ എപ്പോ വേണമെങ്കിലും പോകാൻ പറ്റുന്നതാണെങ്കിൽ അല്ലാഹ് പറയുകയാ, മത്സരിക്കാനുണ്ടോ? എന്നോട് മത്സരിക്കുന്ന ആളുകൾക്ക്, എൻ്റെ ദീനിൽ മത്സരിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നത് എന്താ? കാനത്തിലകും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഞാനൊരു സീറ്റ് കൊടുക്കുകയാ. ആ സീറ്റ് കിട്ടിയാൽ അതിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ആ സ്വർഗ്ഗത്തിലൊരു സീറ്റ് കിട്ടിയാൽ ഖാലിദീന ഫീഹാ, അതൊരിക്കലും എല്ലായ്പ്പോഴും നിത്യമായി നിൽക്കുന്നടാ എന്ന് മാത്രമല്ല, ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ആ സീറ്റ് നിനക്ക് കിട്ടിയാൽ, ഒരു പ്രാവശ്യം കിട്ടിയവൻ പിന്നെ അവൻ അവസാനം വരെ മാറിക്കൊടുക്കേണ്ട. അതൊരിക്കലും മാറിക്കൊടുക്കേണ്ട സീറ്റല്ല. യഥാർത്ഥ ബുദ്ധിമാനാരാ? ആ സീറ്റിന് വേണ്ടി മത്സരിക്കുന്നവനല്ലേ? ആ സീറ്റിന് വേണ്ടി മത്സരിക്കേണ്ടവനല്ലേ? വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരെ, അതിനു വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ഈ ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങളെയും അനാശാസ്യങ്ങളെയും ജീർണതകളെയും അശ്ലീലങ്ങളെയും ആഭാസങ്ങളുടെയും ആവർത്തനമായി ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോ ഉമർ എല്ലാത്തിനോടും വിട പറഞ്ഞു. കള്ളിനോട് വിട, പെണ്ണിനോട് വിട, ലഹരിയോട് വിട, ഈ അസത്യത്തിനോട് വിട, ഈ ഇരുട്ടിനോട് വിട. ഇനി എവിടേക്കാണ് ഞാൻ പോകേണ്ടത്? അതല്ലാണ്ട് സ്വർഗത്തിലേക്കാ. ഞാൻ വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷാഫി മന്നാനി വഅദ് പറഞ്ഞല്ലോ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പോരാ, താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ഇന്നലെ പാതിരാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാനൊരു മാളിക കണ്ടു, സ്വർഗത്തിലൊരു മാളിക. ആ മാളിക മുഴുവനും ഒറ്റമുത്തിനാലുള്ള മാളിക. ആ മാളികയുടെ മുൻഭാഗത്തൊരാളുടെ പേരെഴുതിയിരിക്കുകയാ. സഹാബത്ത് ചോദിച്ചു, നബിയേ അതാരുടെ പേരാണെന്നറിയാ? എന്റെ പേരാണോ? അല്ലാഹുവിന്റെ റസൂൽ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ കണ്ട മാളികയുടെ മുകളിൽ എഴുതിയിരിക്കുന്നതെന്നറിയാൻ സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ ഇരിക്കവേ അഭിമാനമുത്ത് വിരൽ ചൂണ്ടിയത് ആരുടെ നേർക്കാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മറേ നളർത്തു ഇലാ ബാബിൽ ജന്നത്തി മക്തൂബൻ ബിസ്മി ഉമറ. സ്വർഗത്തിന്റെ ഒരു വലിയ കവാടത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതിയിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടെന്ന് ആരാ പറയുന്നടാരാ? ഈ മണ്ണിന്റെ മുകളിൽ ജീവിച്ചിരിക്കുമ്പോ നാളെ
സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിൽ പേരെഴുതി വെക്കാൻ കഴിഞ്ഞു പോയാ പെങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, മരിച്ചതിന് ശേഷമുള്ള സ്വർഗമല്ല, ഹിസാബിന് ശേഷമുള്ള സ്വർഗമല്ല, സിറാത്തിന് ശേഷമുള്ള സ്വർഗമല്ല, പരസ്പരം വേർതിരിച്ചതിന് ശേഷമുള്ള സ്വർഗമല്ല, മക്കയുടെ മണൽത്തരിയുടെ മുമ്പിൽ ജീവനോടെ ജീവിച്ചിരിക്കുമ്പോ, പച്ച മനുഷ്യനായി ജീവിച്ചിരിക്കുമ്പോ, ഇതേവരെ അസത്യത്തിന്റെ ലാഞ്ചന പൊൻചമ്പകപ്പൂ തേനിതൾ അതരങ്ങളിൽ നിന്ന് നിർഗളിച്ചിട്ടില്ലാത്ത, ഇതേവരെ കള്ളം പറയാത്ത ആമിനയുടെ മുത്തു പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിന്റെ വാതിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് മറേ. ചെറുപ്പക്കാരാ, ഈ ശാന്തിഗിരിയുടെ പ്രാന്തപ്രദേശത്ത് പോത്തങ്കോട് വെയ്ത്തി ഷെട്ടിന്റെ മുകളിൽ ചുമന്ന അക്ഷരത്തിലോ പച്ചാക്ഷരത്തിലോ വെള്ളാക്ഷരത്തിലോ നിന്റെ പേരെഴുതി വെച്ചിട്ട് എന്ത് കാര്യമാവുള്ളത്? ആരാണ്ടോ ചൂണ്ടിക്കാണിച്ചവന്റെ പള്ളയിലേക്ക് പിച്ചാത്തി പിടി കുത്തി കയറ്റിയിട്ട് നിരപരാധിയുടെ കുടൽമാല വെളിയിലേക്ക് ഇട്ടിട്ട് അവസാനം അവന്റെ ആളുകൾ പതിയിരുന്നിട്ട് നിന്റെ കരുത്ത് വെട്ടിയെറിയുമ്പോ, നിന്റെ വീടിന്റെ മുമ്പിലോ നിന്റെ നാടിന്റെ മുമ്പിലോ വെയ്ത്തി ഷെട്ടിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ട് എന്ത് കിട്ടിയടാ പൊന്നുമോനെ? നിന്റെ ഉമ്മയ്ക്ക് മകൻ നഷ്ടപ്പെട്ടെന്നല്ലാട്, നിന്റെ ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടെന്നല്ലാട്, നിന്റെ മക്കൾക്ക് അവരുടെ ഉപ്പയുടെ ചുടുചുമ്മനം നഷ്ടപ്പെട്ടെന്നല്ലാട്, നാളെ അതിന്റെ പേരില് നായമൂത്രമൊഴിക്കുന്ന വെയ്ത്തി ഷെട്ടിന്റെ മുമ്പിലോ പട്ടി കാട്ടിക്കുന്ന മണ്ഡപത്തിന്റെ താഴ്ഭാഗത്തോ നിന്റെ പേരിൽ 4 സിമന്റ് കട്ട വെച്ചത് കൊണ്ട് നിനക്കൊന്നും കിട്ടില്ല ചെറുപ്പക്കാരാ. എത്രയോ സ്മാരക മന്ദിരങ്ങൾ കാണാറുണ്ട്, എത്രയോ വെയ്ത്തി ഷെഡ് കാണാറുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം അവനേതോ പിച്ചാത്തിപ്പിടിയിൽ പുകഞ്ഞു പോയെന്നാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ ജീവിതം കൊണ്ട് ചെയ്യാൻ കഴിയേണ്ടത് എന്താ? ഇവിടെ ജീവിച്ചിരിക്കുമ്പോ, മണ്ണിന്റെ മുകളിൽ ജീവിച്ചിരിക്കുമ്പോ, മരിച്ചതിന് ശേഷമല്ല, പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിൽ അവനവന്റെ പേരെഴുതി വെക്കാൻ കഴിഞ്ഞാൽ, ചെറുപ്പക്കാരാ, ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കലും മുല്ലതൻ പൂ പോൽ ചിരിക്കും ഈ യൗവനം. ഈ മുല്ലമൊട്ട് പോലെ ചിരിക്കുന്ന യൗവനമിന് തിരിച്ചു കിട്ടില്ല. ഇവിടത്തെ വെയ്റ്റ് ഷെഡിന്റെ പേരിനല്ല, അള്ളാന്റെ സ്വർഗത്തിന്റെ മുകളിൽ എൻ്റെ പേരെഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിന് കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ. ഞാൻ ഇത്ര ഉഷാറായിട്ട് വാള് പറഞ്ഞിട്ട് ആമീൻ പറഞ്ഞ ഞാൻ നിർത്തിയിട്ട് പോയി എൻ്റെ ജോലിക്ക്. എനിക്കിപ്പോൾ ഇത് വലിയ തീവണ്ടി ഓടിക്കണ കേസൊന്നും അല്ല. ഇത് കിട്ടിയ ഒരു സമയം, വല്ലപ്പോഴൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു സമയം കിട്ടുക. നേരത്തൊക്കെ ഇല്ല, എപ്പോഴും ഉണ്ട്. ഇപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് തിരുവനന്തപുരം, നമ്മുടെ നാട്ടിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റുക. ആ സമയത്ത് കിട്ടിയ സമയം പാഴാക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഇല്ലൻ്റെ മുകളിൽ സ്റ്റാമ്പ് ഒട്ടിച്ചമാര് ഒരുമാതിരി ഈ ഫ്രീസറിൽ വെച്ച ബ്ലോക്കോട് ഇരിക്കണമായിരുന്നു. ഒരാമീനെങ്കിലും പറയണ്ടേ? സ്വർഗത്തിൻ്റെ മുകളിൽ പേരെഴുതണമെങ്കിൽ ആമീൻ കൊണ്ടേ കഴിയൂ, വേറൊന്നും കൊണ്ട് കഴിയൂല. വെയ്റ്റ് ഷെട്ടിൻ്റെ മുകളിൽ ഒരു രാഷ്ട്രീയക്കാർക്കോ ഒരാൾക്കും എന്നോട് സങ്കടം തോന്നരുത്, എന്നോട് പ്രയാസവും തോന്നരുത്. ആ എഴുതിയത് പടച്ചറപ്പിൻ്റെ ദീനിനു വേണ്ടിയാണെങ്കിൽ നാളെ നീ സ്വർഗത്തിലെ പറവകളെ പോലെ പച്ചക്കുപ്പയുടെ മുമ്പിൽ ചുറ്റിക്കളിക്കും. നിന്റെ പേര് നാട്ടുകാർ ഓർത്തു എപ്പോ? നീ മരിച്ചത് അള്ളാന്റെ ദീനിനു വേണ്ടിയാണെങ്കിൽ നീ നാളെ പച്ചക്കുപ്പയുടെ കീഴിൽ ചുറ്റിപ്പറക്കുന്ന സ്വർഗത്തിലെ പറവകളെ പോലെയാ. അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താ നേടിയത്? ഊരിൻ്റെ വിരിമാറിൽ ഞങ്ങളുടെ നേതാവുണ്ടെങ്കിൽ ഇക്കൊടിയാണ് കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞ് ആ പകരത്തിൻ്റെ കണക്കെടുപ്പിലാണ് കുടൽമാല വെളിയിലേക്ക് വന്നത്. ഒന്നും നേടാനില്ല. പക്ഷേ ഈ ഭൂമിയിലിരിക്കുമ്പോൾ അതാണ് മഹാൻ. മഹാനാരാ? മഹാനാരാ? മഹാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മഹാന്മാർക്ക് ഒരു കുഴപ്പമില്ല, ക്ഷാമവേ ഇല്ല, എല്ലാവരും മഹാന്മാരാ. അവരവർ തന്നെ പറയുക, അവരവർ തന്നെ അവനവനെ മഹാനാക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുക. മഹാന്മാർ ഒരാൾ പ്രസംഗിക്കുക, ഞാൻ ഇത്രയും വലിയ മഹാനാകുമെന്ന് ഞാൻ തന്നെ കരുതിയിരുന്നില്ല. അങ്ങനെ മഹാനാക്കുകയാണ് അവർ. അവനവൻ്റെ ആണ്ട് നേർച്ച അവനവൻ തന്നെ നടത്തുക. എടാ, ഇത് ആരെ ആണ്ട് നേർച്ച? എൻ്റെ ആണ്ട് നേർച്ച. അവനവൻ്റെ ആണ്ട് നേർച്ച അവനവൻ തന്നെ നടത്തുകയാണ്. ആ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എങ്ങോട്ടായി ആളുകൾ എഴുന്നേറ്റ് പോകുന്നു? അവിടെ എന്തോ വല്ല ആക്സിഡൻറ്റോ എന്തെങ്കിലും ആയിരിക്കും. അവിടെ ഒന്നുമില്ല, ആരും ഓടണ്ട, എല്ലാവരും അവിടെ തന്നെ ഇരിക്കുന്നു. എങ്ങോട്ട് പോകാനാ? എവിടേക്ക് പോകാനാ? അവിടെ ഇരി. അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ വെച്ചാൽ അതങ്ങോട്ട് കഴിഞ്ഞ് പൊക്കോളൂ. വല്ല ആക്സിഡൻറ്റ് എന്തെങ്കിലും ആയിരിക്കും. റോഡ് സൈഡല്ലേ. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇപ്പം മനസ്സിലായ ഞാൻ മഹാനാന്ന്. ഞാൻ പറഞ്ഞില്ലേ? അപ്പം എന്താണെന്നറിയോ, അവനവനെ തന്നെ നമ്മൾ പറയരുത്. ഇപ്പം ഇവിടെ ആരോ അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, അഹമ്മദ് കബീർ വാക്കബി സൂഫി ചക്രവാളത്തിലെ സൂര്യ തേജസ് എന്ന്.
അങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ആരിഫ്യങ്ങളും വലിയ ഔലിയാക്കളും അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ആ പദമൊന്നും അഹമ്മദ് കബീറിനെ പോലെയുള്ള ആളുകളെ കുറിച്ച് പറയരുത്. കുട്ടികളൊരാവേശത്തിൽ, ഈ കുട്ടികൾ ഭയങ്കര കുട്ടികളെ, എന്നെ പ്രസംഗത്തിന് ബുക്ക് ചെയ്തിട്ട് എൻ്റെ വീടിൻ്റെ മതിൽ വാൾ പോസ്റ്റ് ഒട്ടിച്ച ആളുകളാകുമാർ. ഞാൻ ഒരു ദിവസം രാവിലെ കോഴിക്കോട് നിന്ന് വാദം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഞാൻ പുതിയതായിട്ട് പണിത വീടിനെ നല്ല പെയിൻ്റ് അടിച്ചിട്ട് ഒരാഴ്ച ആയില്ല. അതിന് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കിയപ്പോൾ സിറാജുൽ ഹുദ യൂത്ത് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ അഹമ്മദ് കബീർ വാക്കവി പോത്തങ്കോട് പ്രസംഗിക്കുന്നെന്ന് എൻ്റെ വീടിൻ്റെ ചുമരിൽ വാൾ പോസ്റ്റ് ഒട്ടിച്ച മഹാന്മാരാണ് ഇവർ. അതോർത്തിട്ട് ഞാൻ വരുമ്പോഴാണ് കയറി വരുമ്പോൾ എന്താ ഇവിടെ നിന്ന് പോകാം, എന്താ ഡ്രാക്കുള പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചേ പറയാവുള്ളൂ. അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ വല്ലാതെ അങ്ങോട്ട് പൊക്കിക്കളയരുത്. സൂഫി ചക്രവാളത്തിലെ സൂര്യ തേജസ് എന്നൊക്കെ പറയുമ്പോൾ അത്രയൊന്നും വേണ്ട. അഹമ്മദ് കബീർ വാക്കവി പ്രസംഗിക്കുന്നു, അത്രയൊക്കെ മതി. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ആയിട്ടില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നല്ല ഒരു സദസ്സായിരുന്നു, അതിനെ കുളവാക്കി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈമാനൊക്കെ. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപകടത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, പ്രയാസത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ഉമറിനെ കുറിച്ച് പഠിച്ചെന്താ? റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയമാകുമ്പോൾ തൻ്റെ നാട് ഭരിക്കുമ്പോൾ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ തൻ്റെ ജനങ്ങളുടെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് നടക്കുമായിരുന്നു സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ്. സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ്, സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല. പോയവരൊക്കെ തിരിച്ചു വന്നു. എന്താ സംഭവം? എന്താ പോയാരും വന്നില്ല? എന്തു പറ്റിയതാ? പോയില്ലേ? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മാറാൻ പറ്റുമെങ്കിൽ ഇവിടെ വെച്ച് മാറണം, മാറാൻ പറ്റുമെങ്കിൽ ഇവിടെ വെച്ച് മാറണം. അതാണ് മാറ്റത്തിൻ്റെ തുടക്കം. ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു പല സമയത്തും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നാം ഒക്കെ പ്രസംഗിക്കുക. ഉമർ റളിയല്ലാഹു തആല ഒരു രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. തൻ്റെ ആളുകളുടെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് രാത്രിയിൽ ഉറക്കമിളച്ച് നടന്ന നീതിയുടെ ഭരണാധികാരിയാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈ ഉമർ പിന്നീട് ആരായി മാറിയെന്നറിയോ? കള്ളിൻ്റെ കുപ്പി പൊട്ടിച്ച കൈകൊണ്ട് ഉമർ ഒരു കത്തെഴുതിയിട്ടിട്ടപ്പോൾ നൈൽ നദി പോലും, ഒരു നദി പോലും ഉമറിൻ്റെ മുമ്പിൽ പേടിച്ചു നിന്നു. എത്രയോ ചരിത്രങ്ങൾ. നൈല് കരകവിഞ്ഞൊടുക്കുകയാണ്. ആളുകൾ പരാതി പറഞ്ഞു, ഉമറെ റളിയല്ലാഹു തആല അൻഹു കന്യകയെ ബലിദാനം കൊടുത്താലേ നൈലിൻ്റെ കോപമടങ്ങും. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു കത്തെഴുതി. ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് തിരിച്ചൊരു കത്തെഴുതി. മിൻ അബ്ദില്ലാഹി ഉമറ ഇലാ നൈലി മിസ്ര. ഒരു മനുഷ്യൻ ഒരു നദിക്ക് കത്തെഴുതുക. ഒരു മനുഷ്യൻ ഒരു നദിക്ക് കത്തെഴുതുക. എന്നിട്ട് പറഞ്ഞു, ഇൻ കുന്തി തജ്രി ബി അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് നൈലേ നീ സഞ്ചരിക്കുന്നതെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരുടെ നാണ്യവിളകൾ നശിപ്പിക്കാതെ, അവർക്ക് പ്രയാസമുണ്ടാക്കാതെ നീ അടങ്ങി ഒതുങ്ങി നിൽക്കുക. ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ കത്ത് കൂലം കുത്തിയൊടുക്കുന്ന നൈലിലേക്ക് ഇടുമ്പോൾ കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ആ നൈൽ അതിൻ്റെ വെള്ളപ്പൊക്കം അവസാനിച്ച് സ്വച്ഛന്തമായി നിന്നുകൊടുത്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. മറ്റൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. പോയ ആളുകളൊക്കെ വന്ന ആക്സിഡൻ്റ് കാണാൻ പോയവർ എന്ത് സംഭവിച്ചവിടെ അതും അറിയില്ല. പോയ ആളുകൾ വന്നിട്ടില്ല. ശരി, കല്യാണത്തിന് പോയവർ വന്നില്ല. തിരിച്ചു വന്നാലല്ലേ പുതിയാപ്പിള എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങോട്ട് വാ. മലേഷ്യയുടെ 393 യാത്രക്കാരുമായി വിമാനം അപ്രത്യക്ഷമായിട്ട് മാസം 1 കഴിഞ്ഞു. അവർ മരിച്ചോ ജീവിച്ചോ അതോ ബൈനൽ ഹയാത്തി വൽ മയ്യത്തോ ഒന്നും അറിയില്ല. 40 രാഷ്ട്രങ്ങളിലെ ശാസ്ത്രജ്ഞരടക്കമുള്ള ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാ സൂക്ഷ്മദർശിനിയിലൂടെ.
അവരുടെ കണ്ണിൽ ഇന്നേ വരെ പെട്ടിട്ടില്ല എവിടെയുണ്ടെന്ന്. കാരണം മനുഷ്യന് കാണാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. സാധാരണ മനുഷ്യന് കാണാൻ കഴിയുന്നതിന് പരിധിയില്ലേ? സാധാരണ ഒരു മനുഷ്യന് കാണാൻ കഴിയുന്നതിന് പരിധിയുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എത്ര അകലം വരെ കാണാൻ പറ്റും? കേക്ക്, ഞാൻ മലേഷ്യ വിമാനം പറഞ്ഞില്ല, ഇങ്ങോട്ട് നോക്ക്. ഒരാൾ നോക്കിയാൽ എവിടം വരെ കാണാൻ പറ്റും? ഒരു 1/2 കിലോമീറ്ററോളം നേരെ കിടന്ന ഒരു പൊട്ട് പോലെ കാണാം, ഇല്ലേ? ഒരു ശാംസിലായിരിക്കുക ഇറങ്ങണോ? അള്ളാഹു നല്ല കാഴ്ച കൊടുക്കട്ടെ, അള്ളാഹു ബസീറത്ത് കൊടുക്കട്ടെ. കൽബിലും അള്ളാഹു ബസീറത്ത് കൊടുക്കട്ടെ, കണ്ണിലും അള്ളാഹു ബസീറത്ത് കൊടുക്കട്ടെ. ഒരു 1/2 കിലോമീറ്റർ കാണാൻ പറ്റൂലേ? പറ്റുമോ ഇല്ലയോ? നിങ്ങൾക്ക് പറ്റൂല്ലോ. എന്നാൽ അള്ള കാണണ്ടെന്ന് വിചാരിച്ചാൽ നിന്റെ കാലിൻ്റെ ചവിട്ടി കിടക്കണം നിനക്ക് കാണാൻ പറ്റൂല. പറ്റുമോ? ഖുർആൻ ഞാനല്ല, ഖുർആൻ. അള്ള കാണണ്ടെന്ന് വിചാരിച്ചാൽ നിന്റെ കാലിൻ്റെ ചവിട്ടി കിടക്കുന്ന സാധനം കാണാൻ നിന്നെ കൊണ്ട് പറ്റൂല. ഖുർആൻ മനസ്സിലാവാനുണ്ടോ പറയണുണ്ടോ? എവിടെയാന്ന് ചോദിച്ചാൽ ഈ വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം നിങ്ങൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫ് 7 യുവാക്കളങ്ങകലെ വനാന്തരത്തിൽ പോയി 350 വർഷം ഉറങ്ങിക്കിടക്കുകയാ. അവരെവിടെയാ കിടക്കുന്നത്? എവിടെയാ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആ നാട്ടിലെ അങ്ങാടിയിലെ ജനങ്ങൾ താമസിക്കുമ്പോ അവര് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് 7 യുവാക്കൾ കിടന്നുറങ്ങുന്നത്. പക്ഷേ 309 വർഷം ആ നാട്ടുകാരവരെ കണ്ടെത്തിയില്ല. കേട്ടാൽ കേൾക്കുന്ന, അവര് വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 യുവാക്കളെയും അവരുടെ നായെയും കടത്തുറക്കിയത്. പക്ഷേ 350 വർഷം ആ ജനത്തിന് അള്ളാഹ് കാണിച്ചു കൊടുക്കാതിരുന്നത് കൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടടുത്താണ് 7 യുവാക്കൾ കിടന്നതിന്റെ തൊട്ടടുത്താണ് ആ നാട്ടിലെ അങ്ങാടി. ആ അങ്ങാടി അവര് കിടന്നതിന്റെ വിളിയടയാളത്തിനപ്പുറമാ. ആ അങ്ങാടിയിലാണെങ്കിലോ ധാരാളം കടകളുണ്ട്. അങ്ങാടിയിൽ എങ്ങനെ മനസ്സിലായി? ഭക്ഷണം വാങ്ങിക്കാൻ വിട്ടപ്പോ 7 പേരിൽ ഒരാളെ പറഞ്ഞു വിട്ടപ്പോ അവര് പറഞ്ഞത് ഫല്യൻളുർ അയ്യുഹ അസ്കാ തആമ, ഏറ്റവും നല്ല ഭക്ഷണം എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കാനാണ്. അപ്പോൾ ഒന്നിലധികം ഭക്ഷണം കിട്ടുന്ന സ്ഥലം അവിടെ ഉണ്ടാവണ്ടേ? ഖുർആൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ അങ്ങാടിയിൽ ധാരാളം ആളുകളുണ്ട്, കടയുണ്ട്. അവര് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിനപ്പുറമാണ്. 309 വർഷം 7 യുവാക്കളെ അള്ളാഹു ഉറക്കിയത് അവര് കണ്ടില്ല. കണ്ടോ? നടന്നു പോകുന്ന വഴിയിലാണ് ഉസൈർ നബി മരിച്ചു കിടന്നത്. ആ നാട്ടുകാർ കണ്ടില്ല ഉസൈർ നബിയെ. അള്ളാഹ് കാണിക്കണ്ടെന്ന് വിചാരിച്ചാൽ മലേഷ്യൻ വിമാനമല്ല, ഇപ്പോ ടൈറ്റാനിക് കണ്ടുപിടിച്ച സൂക്ഷ്മദർശിനിയുമായി കടലിലിറങ്ങിയിട്ടിരിക്കുകയാണ് മനുഷ്യലോകം. അള്ളാഹ് കാണിക്കണ്ടെന്ന് തീരുമാനിച്ചാൽ കാണിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇവിടെ ഇരുന്നിട്ട് മലേഷ്യയുടെ വിമാനം എവിടെയുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഉമർ ഉണ്ടാവണം. ഒരു മനുഷ്യനെ കൊണ്ട് പറ്റും. അതാ ഞാൻ പറഞ്ഞത്, വെറും ഉമറിനെ പറയാനല്ല, വെറും ഉമറുള്ളാന്റെ ചരിത്രം പറയാനല്ല, അത് പറയുന്നതിനോടൊപ്പം തന്നെ ഒന്നുകൂടി മനസ്സിലാക്കാൻ മലേഷ്യയുടെ 293 യാത്രക്കാർ എവിടെ എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു ഉമർ ഉണ്ടാവണം. റളിയല്ലാഹു അൻഹു ഉമർ എന്നുണ്ടെങ്കിൽ പറഞ്ഞേനെ. പറയില്ലേ? മദീനത്തെ പള്ളിയിലെ മിഹ്റാബില്, മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല വിളിച്ചു പറയുന്നത്, യാ സാരിആ അൽ ജബൽ 100 കണക്കിന് കിലോമീറ്റർ അകലെ സാരിയാ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധം നടക്കുകയാ. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് സാരിയാ പർവ്വതത്തെ സൂക്ഷിക്കണേ, സാരിയാ പർവ്വതത്തെ സൂക്ഷിക്കണേ. ആരോടാ വിളിച്ചു പറയുന്നത്? ഖുത്ബ കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ സാഹത്ത് ചോദിച്ചില്ല ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമറേ ആരെയാ വിളിച്ചത്? എന്തിനാ ഖുത്ബക്കടയിൽ സാരിയായെ വിളിച്ചത്? സാരിയ 100 കണക്കിന് കിലോമീറ്റർ അകലെ യുദ്ധം ചെയ്യുകയല്ലേ. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത്, ഞാൻ മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സാരിയ റളിയല്ലാഹു തആല യുദ്ധം ചെയ്യുന്ന സ്ഥലം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. 100 കണക്കിന് കിലോമീറ്റർ
കിലോമീറ്റർ അകലെയുള്ള യുദ്ധപ്പറമ്പ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. പർവ്വതത്തിന്റെ മുകളിലൂടെ ശത്രുക്കൾ വരുന്നുണ്ട്. അതുകൊണ്ട് സാരിയോട് വിളിച്ചു പറഞ്ഞടാ, ആ ഭാഗത്തൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഉമർ വിളിക്കുമ്പോൾ റളിയല്ലാഹു അൻഹു നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള സാരിയ റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞില്ല. മുഅ്മിനീങ്ങള് 253 യാത്രക്കാരുമായി കോലാലംപൂരിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക് പറന്നിറങ്ങിയ വിമാനം എവിടെ? 40 രാഷ്ട്രങ്ങൾ, 40ഓളം വരുന്ന മുങ്ങിക്കപ്പലുകൾ. എവിടെയാണ് നോക്കേണ്ടത്? ടൈറ്റാനിക് കണ്ടുപിടിച്ച സൂക്ഷ്മദർശിനിയുമായിട്ട് ഇറങ്ങിയിട്ട് പോലും കാണാൻ കഴിയുന്നില്ല. അത് നിന്റെ സൂക്ഷ്മദർശിനിക്ക് കാണണമെന്നില്ല. ഉമറിനെ പോലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതെവിടെയാണെന്ന് പറയാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ ചരിത്രം രേഖപ്പെടുത്തുകയാ. KL-21G 9646 ആ വാഹനം ഒന്ന് ഉടമയെന്ന് പോയി മാറ്റി കൊടുക്കും. KL-21G 9646 ഈ വാഹനം ഒന്ന് ആരുടേതാണെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കും. റെഡ് ആൾട്ടോയാണ്. അവിടെ ഒരു ആക്സിഡന്റ് നടന്നാണ്. ഒരു സ്ത്രീയും 2 കുട്ടികളും കൂടെ പോയപ്പോൾ ഒരു കാറ് വന്ന് ഇടിച്ചിട്ടതാണ്. അള്ളാഹു ആരാണെങ്കിലും ആ അപകടത്തിൽ നിന്ന് അള്ളാഹു മോചനം കൊടുക്കട്ടെ. നാമീ പറയും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. അള്ളാഹു അപകട നില അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു ഒരു അംഗഭംഗവുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ ഈ സദസ്സിൻ്റെ ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ആരുമാകട്ടെ അള്ളാഹു ഇത് മാറ്റിക്കൊടുക്കട്ടെ. അവരെ നമ്മൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ ആക്സിഡൻറ്റിൽപ്പെട്ട അമ്മയും 2 മക്കളും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവരറിയാത്ത ആളുകൾ ഇന്നിവിടെ ആമയും പറയില്ല. അതാരും ആയിക്കൊള്ളട്ടെ. എന്തെങ്കിലും ഒരു നന്മ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നോ ദൈവത്തിന് ഇഷ്ടപ്പെടുന്നോ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ, ഉറപ്പാണ്. ഞാനതുകൊണ്ട് ആദ്യമേ പറഞ്ഞത്, ആളുകൾ മുഴുവനും നിങ്ങൾ റോഡിൽ നിന്ന് അകത്തോട്ട് കയറിയിരിക്ക്, പറ്റുന്നിടത്തോളം സമയം അവിടെ ഇരുന്ന് കേക്ക്. ആക്സിഡൻ്റ് ആവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. അള്ളാഹു മാറ്റി തരട്ടെ. ആ വിഷയത്തിൻ്റെ ഫ്ലുവൻസ് അങ്ങ് പോയല്ലോ ഉടച്ചോനെ എൻ്റെ ഇടയിൽ. അതുകൊണ്ട് മലേഷ്യൻ വിമാനം എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആർക്ക് കഴിയും? ഉമറിനെ പോലൊരു മനുഷ്യന് കഴിയും. കാരണം മദീനത്തെ പള്ളിയുടെ മിമ്പറിലിരുന്നിട്ട് കിലോമീറ്റർ അകലെയുള്ള കാഴ്ച കാണാൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ, ഒരു സൂക്ഷ്മദർശിനിയും വേണ്ട. അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ. എന്താ കാണാൻ പറ്റൂലേ? പറ്റോ ഇല്ലയോ? ഞാൻ നല്ല വാത് പറഞ്ഞുതരാം. ഇത് എപ്പടി വാത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഒരു അപ്ഡേറ്റ് പറയണ്ടേ? കാണാൻ പറ്റുമോ ഇല്ലയോ? അപ്പം ചോദിക്കും ഉസ്താദെ ഇവിടെ എന്താ ഈ സ്ഥലത്തിൻ്റെ പേര്? പോത്തങ്കോട്. മാറ്റിയാൽ കൊള്ളായിരുന്നു. പോത്തങ്കോട് അടുത്ത് ഈ സ്ഥലത്തിരിക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പസഫിക് മഹാസമുദ്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിമാനത്തിൻ്റെ അവശിഷ്ടം ഒരു മനുഷ്യന് പറയാൻ പറ്റോ ഇല്ലയോ? പറ്റോ ഇല്ലയോ? ഇല്ലേ? അതുണ്ട്. അവനേതോ ജോസഫിൻ്റെ ആളാണ്. ജോസഫിൻ്റെ ആളാണ്. പറ്റും എന്ന് ഞാൻ പറയും. ഒരൊറ്റ നിബന്ധന, ഇവിടെ ഇരുന്നിട്ട് ലോകത്ത് ടൈറ്റാനിക് കണ്ടുപിടിച്ച സൂക്ഷ്മദർശിനിക്ക് പറ്റാത്തത് ഈ കണ്ണുകൊണ്ട് നിനക്ക് കഴിയും. പറയട്ടെ ഒരൊറ്റ നിബന്ധന. ചെയ്യാൻ പറ്റുമോ? നിനക്ക് പറയാം. ആ അണ്ണാച്ചി സ്വാമി വന്നിട്ട് കണ്ണടച്ചിട്ട് ഹിപ്നോട്ടിസം നടത്തിയിട്ട് മലേഷ്യൻ വിമാനം എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തല്ലോ. അതിനൊക്കെ അപ്പുറം പറയാൻ കഴിയുന്നത് മുസ്ലിമേ നിനക്കാണ്. ഞാൻ പറയാം, ഞാനൊരു അവകാശവാദം പറയല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൗലാ അന്ന ശയാതീന യഹ്റൂമൂന അലാ ഖുലൂബി ബനി ആദം ലനളറു ഇലാ മലകൂതി സമാ. എപ്പോഴാണോ ആദമിന്റെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് പിശാച് വെളിയിലാവുക, ആരുടെ ഹൃദയത്തിൽ നിന്നാണോ പിശാച് വെളിയിലേക്ക് പോവുക, ആ സമയത്ത് ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ലനളറു ഇലാ മലകൂതി സമാ,
ആകാശത്തിന് അപ്പുറത്ത് നടക്കുന്ന രഹസ്യങ്ങൾ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയാൻ അവന് കഴിയുമെന്ന് പിശാച് ഹൃദയത്തിൽ കിടന്നിട്ടില്ലാത്ത, ഇബ്ലീസ് ഹൃദയത്തിൽ കിടന്നിട്ടില്ലാത്ത, അഭിസാരികൾ ഹൃദയത്തിൽ കിടന്നിട്ടില്ലാത്തൊരു മുത്തക്കിയായ മനുഷ്യര് ഈ ഭൂമിയിൽ ഇരുന്നിട്ട് ആകാശത്തിന്റെ ഏഴാകാശത്തിനപ്പുറം നടക്കുന്ന രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ബാബിലോണിൽ ഇരുന്നിട്ട് ആകാശത്തിന്റെ രഹസ്യം പറയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ ഇരുന്നിട്ട് നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറം നടക്കുന്ന കാര്യം ഉമർ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 249 യാത്രക്കാരെ കാണാൻ, അവശിഷ്ടങ്ങളെ കാണാൻ, ആകാശഭൂമികളുടെ ഇടയിലുള്ള രഹസ്യത്തെ വിളിച്ചു പറയാൻ മനുഷ്യന്റെ മനസ്സിന് കഴിയും. പക്ഷേ ഒരൊറ്റ നിബന്ധനയുള്ളൂ, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇബ്ലീസ് കൂടാൻ പാടില്ല, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിശാച് കൂടുകെട്ടാൻ പാടില്ല, അവൻ മദ്യത്തിന്റെ അടിമയാവാൻ പാടില്ല, അവൻ മദിരാസിയുടെ അടിമയാവാൻ പാടില്ല, അവൻ അശ്ലീലതകൾ പറയാൻ പാടില്ല, അവൻ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു തുള്ളി ഹറാം പോലും കിടക്കാൻ പാടില്ല. അവരാണ് മഹാന്മാര്, അല്ലാതെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല. 1000 പേര് പുറകിൽ നിന്ന് തക്ബീർ വിളിച്ചിട്ട് കറാമത്ത് നെറ്റ്വർക്കായിട്ട് പ്രചരിപ്പിച്ചിട്ട് മഹാനാവരല്ല. മഹാനാരെന്നറിയോ? ആ മനുഷ്യന് ഏറ്റവും വലിയ അത്ഭുതം കഴിഞ്ഞെങ്കിൽ അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇതെന്തൊരു മനുഷ്യനാണ്! കാരണം ആ മനുഷ്യൻ ജീവിച്ചത് അങ്ങനെയാണ്. നിങ്ങൾക്കറിയോ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഒരു ദിവസം പെരുന്നാളിന് അന്ന് തലേ ദിവസം രാത്രി, പിറ്റേ ദിവസം പെരുന്നാളാണ്, നിസ്കാരം കഴിഞ്ഞ് റമളാനിലെ നോമ്പും കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസം തലേ ദിവസം രാത്രിയായി നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്ന, നമ്മുടെ മക്കൾക്ക് നമ്മൾ പുതിയ ഉടുപ്പുകൾ വാങ്ങിക്കുന്ന സമയം മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ നാളെ പെരുന്നാളിന്റെ ദിവസമാണ്, പക്ഷേ ഈ മകനിടാൻ ഒരു പുതിയ വസ്ത്രം പോലും ഇല്ല ഉപ്പ. 62 പ്രാവശ്യം കീറിയിട്ട് തുന്നിക്കളഞ്ഞ് വസ്ത്രം കാണിച്ചിട്ട് ഉപ്പയോട് പറയുകയാണ് മകന്. അല്ലാഹു അൻഹുവിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 253 യാത്രക്കാരെ കാണാൻ, അവശിഷ്ടങ്ങളെ കാണാൻ, ആകാശഭൂമികളുടെ ഇടയിലുള്ള രഹസ്യത്തെ വിളിച്ചു പറയാൻ മനുഷ്യന്റെ മനസ്സിന് കഴിയും. പക്ഷേ ഒരൊറ്റ നിബന്ധനയുള്ളൂ, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇബ്ലീസ് കൂടാൻ പാടില്ല, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിശാച് കൂടുകെട്ടാൻ പാടില്ല, അവൻ മദ്യത്തിന്റെ അടിമയാവാൻ പാടില്ല, അവൻ മദിരാസിയുടെ അടിമയാവാൻ പാടില്ല, അവൻ അശ്ലീലതകൾ പറയാൻ പാടില്ല, അവൻ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു തുള്ളി ഹറാം പോലും കിടക്കാൻ പാടില്ല. അവരാണ് മഹാന്മാര്, അല്ലാതെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല. 1000 പേര് പുറകിൽ നിന്ന് തക്ബീർ വിളിച്ചിട്ട് കറാമത്ത് നെറ്റ്വർക്കായിട്ട് പ്രചരിപ്പിച്ചിട്ട് മഹാനാവരല്ല.